ഉള്ളുലഞ്ഞ ഒരു നാട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 290ആയി. DNA പരിശോധന നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 50-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 200-ലധികം പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇതിൽ തന്നെ 12 പേരുടെ നില ഗുരുതരമാണ്. അലേർട്ട് വന്നു, പക്ഷെ ഇവിടെയാണ് എന്നുള്ളത് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റായി. നോൺ ക്ലിനിക്കൽ റെസിഡൻസിയുള്ള ആൾക്കാർ ക്ലിനിക്കലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ വേറെ സ്റ്റാഫുകൾ പുറത്തുനിന്ന് വന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലുകളും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ. സ്റ്റുഡൻസിൽ തന്നെ പലരും മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്നറിയില്ല. അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന്. PG ചെയ്യണ ആൾക്കാരിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് PESR വരെയാണെങ്കിൽ ഒരു 60 പേര് പഠിക്കുന്നുണ്ട് ഏകദേശം, മലയാളികൾ. അപകട മേഖലയിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. അപകടത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണത്തിനാണ് സാധ്യത. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏജൻസികളും വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നു. എയർ ഇന്ത്യ CEO അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. Sir, what about the black box, sir? What went wrong? Any information from the black box? Received? No bites. ഇന്ന് അപകട മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഹോസ്റ്റലിലുണ്ടായിരുന്നവരും നാട്ടുകാരും ഉൾപ്പെടെ പലരെയും ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 15 किलोमीटर धुआं देखा, इसका धुआं देखा तो सबके फ़ोन आना जाना चालू हो गया कि क्या हुआ है, बड़ी दुर्घटना हुई है. तब ऐसा हुआ कि भाई ऐसा मैसेज मिला कि प्लेन क्रैश हुआ है. फिर मैंने कंफर्म किया, तब बॉडी निकाली जा रही थी सब. और यहाँ से जो दीवारें तोड़कर फायर वाले हैं वो 108 को बाहर निकाल रहे थे. सब बॉडियाँ निकल रही थी सिर्फ, कोई जिंदा नहीं निकल रहा था. ശ്രീനാഥ് ചന്ദ്രൻ അപകട മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന, പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം വേണം എന്നത് സംബന്ധിച്ച് ഉന്നതതല യോഗം നടക്കുന്നു. എന്താണ് ഇന്ന് അപകട മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ? അവിടെ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പലരെയും കാണാതെ പോയിട്ടുണ്ട്. അവരെവിടെയെന്നറിയില്ല. ചികിത്സയിൽ 200-ലധികം ആളുകളുണ്ട്. അതിൽ തന്നെ 10-12 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഒരു പക്ഷേ ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ടത് അവർക്കെന്തു പറ്റി, അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നതിനെ പറ്റിയാണല്ലോ, അല്ലേ? തീർച്ചയായും. ഏതായാലും ഞാനിപ്പോൾ ഈ അപകടം നടന്ന ദുരന്തഭൂമിയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സിവിൽ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെയും മറ്റും ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അത് ഈ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള, അതായത് രണ്ടാമത്തെ ഈ വോയിസ് റെക്കോർഡർ അടക്കമുള്ള സംവിധാനങ്ങളുള്ള ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ ഈ മേഖലയിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ദുരന്തഭൂമിയിൽ NDRFിൻ്റെയും മറ്റും സഹായത്തോടെയാണ് തെരച്ചിൽ മുന്നോട്ട് പുരോഗമിക്കുന്നത്. അതിനിടെ ഇന്നിപ്പോൾ രാവിലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത് ഇവിടെ നിന്ന് കണ്ടെത്തി. പിന്നീട് അത് സിവിൽ ആശുപത്രിയിലേക്ക് ആ മൃതദേഹം മാറ്റിയിട്ടുമുണ്ട്. അത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ഇനി ആരെയെങ്കിലും കണ്ടെത്താൻ ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഈ രക്ഷാദൗത്യം ഇന്നലെ നിർത്തിവെച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. അതിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിക്ക് ശേഷം തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിരുന്നു. രാവിലെ ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഒരു 15 മൃതദേഹമെങ്കിലും കൈമാറി നൽകിയിട്ടുണ്ട്. അതിലൊരു മൃതദേഹം ഗോളിയോറിലേക്കാണ്, മധ്യപ്രദേശിലേക്കാണ് പോയിട്ടുള്ളത്.
കണ്ടെത്തിയിട്ടുള്ളത്. മറ്റെല്ലാം തന്നെ സംസ്ഥാനത്തിനകത്ത് തന്നെ ഭാവ്നഗർ, അഹമ്മദാബാദിലെ പല ഇടങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി എന്നതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ കൊടുത്തുവിടുന്നു. ഇനി അതിന് കഴിയാത്ത മൃതദേഹങ്ങളിലാണ് ഈ DNA പരിശോധന നടത്തേണ്ടി വരിക. അതൊരു വലിയ നടപടിക്രമം തന്നെയാണ്. കാരണം ഇത്ര അധികം മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തേണ്ടി വരും. ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ബന്ധുക്കൾ എത്തി അവരുടെ സാമ്പിളുകൾ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയാണ് അത് വിട്ടു നൽകുകയും ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള ആളുടെ അടക്കം കാര്യത്തിൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു നടപടിക്രമവും. പ്രധാനമന്ത്രി ഏതായാലും ഇന്ന് രാവിലെ 8 മണിയോടെ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിയത് 9 മണിയോടെയാണ്. നേരെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ഇവിടെ ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ അധിക സമയം അദ്ദേഹം ചെലവഴിച്ചില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഈ ദുരന്ത ഭൂമിയിൽ പൂർത്തിയാക്കി. അതിനുശേഷം പിന്നീട് സിവിൽ ആശുപത്രിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. സിവിൽ ആശുപത്രിയിലേക്കുള്ള യാത്രയിലൊക്കെ തന്നെ മന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര ജലമന്ത്രി CR പാട്ടീൽ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി അടക്കമുള്ളവരൊക്കെ തന്നെ, വ്യോമയാന മന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിവിൽ ആശുപത്രിയിലും അധിക സമയം അദ്ദേഹത്തിൻ്റെ സന്ദർശനം നീണ്ടില്ല. അവിടെ പരിക്കേറ്റ ആളുകളെ അദ്ദേഹം നേരിട്ട് കണ്ടു. അതിൽ തന്നെ ഇന്നലത്തെ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട, വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ രമേശ് വിശ്വാസ് കുമാർ എന്നയാളെ പ്രധാനമന്ത്രി എത്തി ആശ്വസിപ്പിക്കുന്നതും ഒക്കെ പിന്നീട് നമ്മൾ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. രമേശ് അടക്കമുള്ള ചില ആളുകളെയൊക്കെ പ്രധാനമന്ത്രി പരിക്കേറ്റ് കിടക്കുന്നവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു. അതിനുശേഷം അവിടെ നിന്നും അധിക സമയം അവിടെ ചെലവഴിക്കാതെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തൻ്റെ സന്ദർശനം അവിടെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്തു. ഈ മന്ത്രിതല സംഘം അദ്ദേഹത്തോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഒരു ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതും. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവരുടെ CEO തന്നെ നേരിട്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിലൂടെയാണ് അദ്ദേഹം കാൽനടയായി നടന്നു വന്നത്. ദൂരെ വാഹനം പാർക്ക് ചെയ്ത് ഒരു VVIP പോലെ അല്ല, അദ്ദേഹം കാൽനടയായി ഇവിടേക്ക് നടന്നു വന്ന് ഉള്ളിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് ക്യാമ്പൽ വിൽസനോട് ഈ CEOയോട് എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ എന്ന തരത്തിലൊരു പ്രതികരണം തേടിയത്. പക്ഷേ അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി എത്തുന്നതിന് 1 മണിക്കൂർ മുൻപായിരുന്നു അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ഉന്നതതല യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നത് അറിയില്ല. ഏതായാലും ഇന്നലെ തന്നെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇന്നും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനകൾ മറ്റും നടത്തുന്നുണ്ട്. DGCയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ സംഘം കൂടി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട്. അവരും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. അവരും ഇന്ത്യയിൽ ഇന്ന് തന്നെ എത്തുന്നുണ്ട്. അവർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമായി ഒരു വിപുലമായ ഒരു അന്വേഷണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒപ്പം തന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം ഇനി ഈ തരത്തിൽ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതുതായി നൽകേണ്ട ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി കൂടി ഇനിയിപ്പോൾ രൂപീകൃതമാകും. അവർ കൂടി ഇവിടേക്ക് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം എത്തിയതാണ്. ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുമ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. അവർ ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും മറ്റും പകർത്തുകയും ഈ പ്രദേശമാകെ തന്നെ നടന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ കോംപ്ലക്സിനകത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഹോസ്റ്റലുകളുള്ള ഒരു മേഖലയാണ് ഇത്. ഇവിടെ 5 or 6 കെട്ടിടങ്ങളെങ്കിലും ഉണ്ട്. അതിലൊന്ന് മെസ്സാണ്. അവിടെ ഉച്ചഭക്ഷണ സമയത്ത് കൂടുതൽ ആളുകൾ, അതായത് ഈ ക്യാമ്പസിനകത്ത് ഈ കോമ്പൗണ്ടിനകത്തുള്ള ആളുകൾ മാത്രമല്ല പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി ആ സമയത്ത് അങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ എത്തിയ വിദ്യാർത്ഥികൾ കൂടിയാണ് അപകടത്തിൽ പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ഇത്ര അധികം വർദ്ധിച്ചതും. വിജയകുമാർ. യെസ്, ശ്രീനാഥ് ഈ അപകട സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോളേജ്, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾ അവർ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്ന സമയത്തുണ്ടായ അപകടം, അതിൽ എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയാർന്ന വിവരം ലഭ്യമല്ല എന്നതാണ് ആശങ്കാജനകം. അവരിൽ പലരെയും കാണാനുണ്ട്. അവരെവിടെയെങ്കിലും ചികിത്സയിലുണ്ടോ, അവരുടെ മൊബൈൽ ഫോണൊക്കെ നഷ്ടമായതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്തതാണോ എന്നറിയില്ല. വിവിധ ഇടങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 200-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 12 പേരുടെ നില ഗുരുതരമാണ് എന്നാണ്. പക്ഷേ ചില നാട്ടുകാർ രാവിലെ സംസാരിക്കുമ്പോൾ പറയുന്നത് നാട്ടുകാരിൽ പലരെയും കാണാനില്ല, അവരെപ്പറ്റി വിവരമില്ല എന്നാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തു സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ടാണ് ഈ 290 എന്നതാണ് ഇപ്പോഴത്തെ മരണസംഖ്യ. അത് ഉയരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾക്ക് ലഭിക്കുന്നത്.